ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. ഇന്നെൻ്റെ വിഷൽ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു സെലിബ്രേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ട് ഈ വ്ളോഗ് എത്ര നന്നായി പോകുന്നു എനിക്കറിയില്ല. പക്ഷേ അതിനെക്കൊണ്ട് ആവുന്ന അത്ര മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിത് കുളിച്ച് കുറച്ച് റെഡിയായി സെറ്റായിട്ട് വെക്കണം. വിഷലിനോടെ ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം ആ ഒരു ലാസ്റ്റ് ഇതാകുമ്പോഴത്തേനും ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിടത്തി ഉറക്കിയുള്ളത്. ഉറക്കം റെഡി ആയിട്ടില്ല, അപ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് എത്ര പെട്ടെന്ന് 1 ഇയർ പോയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം. ചെറിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ പുറത്തൊന്ന് 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു. ഹായ് 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 ഹലോ 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 ഒരു ഹായ് പറയൂ. ചേട്ടാ ഒരു ഹായ് പറയൂ. ഹായ്. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റുകളാട്ടോ. ഈവനിങ് 7 മണിക്കാണ് കേട്ടോ ഫംഗ്ഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഉണ്ണീനൊന്ന് ഉറക്കി കുറച്ച് നേരം മാത്രമായിട്ട് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എണീറ്റപ്പോൾ ഞാൻ ബലൂണൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗ് ഞാൻ അധികം എഡിറ്റ് ഒന്നും ചെയ്യാണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ഡേയിൽ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത എല്ലാ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സും ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ എത്തിയിട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും. പിന്നെ ചെയറും ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സേമിയ പായസമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇഷലൂനെ മേലൊക്കെ ഒന്ന് കഴുകി ആൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫംഗ്ഷൻ്റെ ടൈമിൽ ഞാനും മിക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണ്ണിക്ക് ഇപ്പം ഞാൻ പുതിയ ഡ്രസ്സായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേനും ഇതേ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടായിട്ടോ. അവർ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇക്ക് വിളിക്കാൻ പോയിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള നിരഞ്ജന എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചക്കരയാണ്, ഡോക്ടറാണ് കേട്ടോ. ഡോക്ടർ നിരഞ്ജനയാണ്, ആയുർവേദ ഡോക്ടറാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ റൂമൊക്കെ ഒരു ചെറിയ മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാണ് ഇഷലുവിൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ്. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ സിമ്പിളും ക്യൂട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം കേട്ടോ ചെയ്യിപ്പിച്ചെടുത്തത്. ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഐറ ഫാഷനിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉണ്ണികൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഒട്ടും ഓവറല്ല, എന്നാൽ അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഒരു അടിപൊളി ഫംഗ്ഷൻ വെയർ ആണ് കേട്ടോ ഉണ്ണിക്ക് ഞങ്ങൾ വെയർ ചെയ്യുന്നത്. അപ്പം സാധാരണ ബർത്ത്ഡേക്കൊക്കെ കണ്ടുവരുന്ന ആ ഒരു തീമിൽ നിന്ന് ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിശ്ശേരി ഇനി ആളും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഈ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് ഇട്ടതിന് ശേഷം പിന്നെ ആളുടെ ഹെയറൊക്കെ ഞാനൊന്ന് ചീവി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ആ ഒരു ഹെഡ് ബാൻഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഹെഡ് ബാൻഡ് കൂടി വെച്ച് കൊടുത്തപ്പോൾ ഇതാണ് ബേബിയുടെ കംപ്ലീറ്റ് ലുക്ക്. ആളുടെ ഉറക്കൊന്നും ശരിയാവാത്തതിൻ്റെ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ആൾക്ക് ഉണ്ട് കേട്ടോ. അത് കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെണുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സാധാരണ അങ്ങനെയാണല്ലോ, വല്ല ഫംഗ്ഷൻ വന്നാലായിരിക്കും ഉണ്ണികൾ ഇങ്ങനെ അലമ്പായി വരിക കേട്ടോ. അല്ലാത്ത ദിവസം അവർ അടിപൊളിയായിരിക്കും. അതല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ അടിപൊളിയായിട്ടാവും. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മിയും തുമ്പിമോളും ചേട്ടനും ഇതേ വന്നിട്ടുണ്ട്. തുമ്പിമോളെ കണ്ടപ്പോൾ പിന്നെ ഈശ്വര നല്ല ഉഷാറായി കേട്ടോ. തുമ്പിക്കുട്ടനേടെ ചിരിയൊക്കെ നമ്മുടെ ബാക്കി ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി ഇതേ നമ്മുടെ അയൽവാസികളൊക്കെ വന്നിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈശ്വരനൊക്കെ ആയിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തേക്കും പോയതാണ്. എല്ലാവരും വരുമ്പോൾ ഗിഫ്റ്റൊക്കെ തന്നത് ഞാൻ വേഗം ഈ ടേബിളിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ ഞാൻ വേഗം റൂമിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇതേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണണം എന്നൊക്കെ ഞാൻ പറയായിരുന്നു. എനിക്ക് റെഡി ആവട്ടെ. അയ്യോ
ഇതാണ് ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ കേട്ടോ. ഇക്കുൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായി. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ കേക്ക് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. 2 ബോക്സിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പാടെ കയ്യിലുള്ള ബോക്സിൽ ഡോണറ്റും കപ്പ് കേക്കും അങ്ങനത്തെ ഐറ്റംസും ഈ ഒരു വലിയ ബോക്സിലായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഇഷലുവിൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അലങ്കാരപ്പണികളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കായിരുന്നു. കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു തീമിലുള്ള കേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മളിങ്ങനെ സിമ്പിളാക്കി മാറ്റിയാണ് കേട്ടോ ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയപ്പോൾ ഞങ്ങൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലീനെയും മിക്കുൻ്റെ ഫാമിലീനെയും ഒക്കെ വിളിച്ച് നിർത്തുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നവരെ കരച്ചിലും ബഹളമൊന്നും ഉണ്ടാവില്ല എന്ന ഒരൊറ്റ പ്രാർത്ഥന കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതേ ആൾ ബാക്കിലുള്ള ബലൂൺസൊക്കെയാണ് നോക്കണത്. ആൾക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു മൂഡിലൊന്നല്ല. എന്നാലും ഞങ്ങളിങ്ങനെ തിരിച്ച് നിർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷലു എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാലും ഒരു വിധത്തിലാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കെന്തോ സങ്കടവും സന്തോഷമൊക്കെ മിക്സ് ചെയ്തൊരു ഫീലാണ്. പഠിച്ചോ ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിശിലു. അവൾ ഞങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഒന്നുകൂടി കളർഫുൾ ആവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും എന്താണ് ഈ കുഞ്ഞിശിലു ഇത്ര ലേറ്റ് ആയത്, കുറച്ചും കൂടി നേരത്തെ വരായിരുന്നില്ലേ എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളുണ്ട്. അതായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേണി, അതുപോലെ ഡെലിവറി, അത് കഴിഞ്ഞിട്ട് കുഞ്ഞിശിലുവിൻ്റെ ബർത്ത്ഡേ വരെ ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ സമയം പോണത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ എന്താ ഈ സമയം പോവാത്തതെന്ന്. പക്ഷേ ബേബി വന്നതിന് ശേഷം എനിക്ക് സമയം ഒട്ടും തികയാത്ത പോലെയും തോന്നിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. ഇതുവരെയൊക്കെ ഇഷലു അത്യാവശ്യം നല്ല രീതിയിലാട്ടോ നിന്നത്. പിന്നെ ഇഷലുവിന് ആളും ബഹളമൊക്കെ ആയപ്പോൾ പിന്നെ കരച്ചിലായി. ഈ ഒരു കരച്ചിൽ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇത്ര സമയമെങ്കിലും എത്തിയതന്നെ വലിയ ഭാഗ്യം കൊണ്ടാണെന്ന് കേട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പിന്നെ ഞാൻ അവളെ എടുത്തിട്ടൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഈ ആളും ബഹളത്തിൽ നിന്നൊക്കെ വേഗം ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടോ. കേക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ സിനി ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ഇഷലുവിനായിട്ട് റൂമിൽ പോയി അവൾക്ക് പാലൊക്കെ കൊടുത്തു. ഇനി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വിശപ്പും പിന്നെ ആൾക്കാരും എല്ലാം കൂടി ആയപ്പോൾ ആ ഒരു കരച്ചിലായിരുന്നു അത്. പിന്നെ ഇത് കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ മിസ് ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടോ. ഉപ്പയും ഉമ്മയും കൂടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കേക്കിൻ്റെ ഒപ്പം വെക്കാനായിട്ട് ഞങ്ങൾ മറന്നു കേട്ടോ. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റി. പ്ലാൻ ചെയ്താലും ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നു പോകും കേട്ടോ. പിന്നീട് അത് ആലോചിച്ചിട്ടാവും നമ്മൾ അയ്യോ അതങ്ങനെ ചെയ്യാമായിരുന്നോ ഇതിങ്ങനെ ചെയ്യാമായിരുന്നോ എന്നൊക്കെ ഓർമ്മ വരിക. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ ചെയ്യാനും പറ്റിയതിലുള്ള സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും കൂടി എനിക്ക് എടുത്തു തന്നിട്ടുള്ള വീഡിയോ ക്ലിപ്സ് എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് എടുത്തുന്നത് ബാനുച്ചേട്ടനും ഉണ്ണിക്കുട്ടനും പാറും അങ്ങനെ ഒരുപാട് പേര് മാറി മാറിയിട്ടാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്
തന്നത്. കേക്ക് കഴിച്ച് എല്ലാവർക്കും ടിഷ്യൂ പേപ്പർ കൊടുക്കുകയാണ് കേട്ടോ ഇക്കു. അപ്പോഴാണ് ഞാൻ റൂമിൽ നിന്ന് ഉണ്ണീനായിട്ട് ഇറങ്ങി വരുന്നത്. ഈ ഒരു ടൈം ഇശില നല്ല ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കാലിൽ ഇട്ട് കൊടുക്കാനുള്ള ചെരുപ്പ് ഞാൻ അലമാരയിൽ വെച്ചിരിക്കായിരുന്നു. അപ്പോൾ അത് വേഗം എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അവളെ കാലിലൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ടെൻഷനായിരിക്കും കേട്ടോ. ആ ഒരു പരിപാടി നന്നാവണമെന്ന് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇനി ആ ഒരു ടൈമിൽ ആരൊക്കെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് പോലും എനിക്കറിയില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ബേബിയുടെ ഒക്കെ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ ഫുൾ ഫോക്കസ് നമ്മുടെ ബേബിയുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലാവുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഇശലു നല്ല ഹാപ്പിയായി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതേ ഇക്കു ഇശലുവിനായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ഞങ്ങൾ 3 പേരെയും കാണാനായിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ?
വന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. എന്നിട്ട് ഇതേ ഇശലുവിന് ഞാൻ ഫുഡ് കൊടുക്കാൻ പോവാണ്. ആൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിട്ടോ. അപ്പം ഇന്ന് നമ്മുടെ മെയിൻ ഫുഡ് ചിക്കൻ ബിരിയാണിയും ഗോബി മഞ്ചൂരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലത്തെ കുറച്ച് ചോറാണ് ഇശലുവിന് വാരി കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഏൽപ്പിക്കുന്ന ടീമിനെയാണ് കേട്ടോ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. കഴിച്ച എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിട്ടോ. പിന്നെ ഞാൻ ഇശലുവിൻ്റെ ഒപ്പം തുമ്പിമോൾക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഫ്രീ ആയിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത്. അതുപോലെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് ഉണ്ണികളതേ കളിയൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. തുമ്പിമോളും ഇശലൂട്ടിനും നല്ല സെറ്റാണ്. ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ നല്ല വൈബിലാണ് കേട്ടോ രണ്ടുപേരും. ഇശലൂട്ടിന് തുമ്പിമോളുടെ മുട്ടത്തല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കൂ കേട്ടോ. ഈ ഒരു ടൈമിൽ ഇശലുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടോപ്പൊക്കെ ഒന്ന് ഞാൻ ഊരിയിട്ട് വേറൊരു ടോപ്പ് ഇട്ട് കൊടുത്തു. രണ്ടുപേരും നല്ല വൈബായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ലോക്ക് ചെയ്ത കാരണം ഇനി അവർ പുറത്തും ചാടില്ല കേട്ടോ. ആച്ചുവിന് ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമായ കാരണം ആച്ചു പിള്ളേരെ നന്നായിട്ട് നോക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു ടെൻഷനും വേണ്ട. ഫംഗ്ഷനൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു. ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതേ ഉണ്ണികൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഒരു ടൈമിൽ കുറേ പേരൊക്കെ ഫുഡൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞ് തിരിച്ചു പോയിട്ടോ. കുറേ ഗിഫ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് എൻ്റെ റൂമിൽ ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടെ കാണാം. പിന്നെ വലിയ ഗിഫ്റ്റ് ആയിട്ടുള്ള 2 സൈക്കിൾസ് മാത്രമാണ് കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലുണ്ട് എല്ലാ കളിപ്പാട്ടും ബെഡിൽ വിതറിയിട്ട് രണ്ടുപേരും നല്ല കളിയിലാണ് കേട്ടോ. ഒരു പ്രശ്നമോ ഒരു ശല്യം ആർക്കുമില്ല. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് രതീഷേട്ടൻ്റെ ഉണ്ണികളും ഉണ്ടായിട്ട് അവരുടെ കൂടെ കളിക്കാൻ. അപ്പം എല്ലാവരും കൂടിയിട്ട് നല്ല കളിയിലാണ് ഇവിടെ. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് പോയി ഫുഡും കഴിക്കാൻ പറ്റും.
ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഓരോരുത്തരും ഫുഡ് അടിപൊളിയായിട്ടുണ്ടെന്ന് നമ്മളെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അത്രയും അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. വീട്ടിൽ ഫംഗ്ഷൻ വരുമ്പോൾ സാധാരണ എനിക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വളകാപ്പിനാണ് ഈ ഒരു ടീമിൻ്റെ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഗ്യാസ് കയറിയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് എനിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കു പറഞ്ഞു ഇപ്രാവശ്യം നീ എന്തായാലും കഴിച്ചിട്ട് നിൻ്റെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ 2 തവണ വാങ്ങി കഴിക്കുകയും ചെയ്തു കേട്ടോ. ഇപ്രാവശ്യം വയറ് നിറയെ ആസ്വദിച്ചിട്ട് തന്നെ ഞാൻ കഴിച്ചു. ഞാൻ എന്നിട്ട് ഇക്കുനോടും പറഞ്ഞു ഇക്കു അടിപൊളി ഫുഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ ഫുഡ് കഴിച്ച എല്ലാവരും പറഞ്ഞു കേട്ടോ അത്രയും അടിപൊളിയാണെന്നുള്ളത്. പിന്നെ എങ്ങനെ പറയാതിരിക്കുക, ഇത്രയും അടിപൊളി ഫുഡിന് അടിപൊളി എന്ന് തന്നെ പറയണ്ടേ. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി ഗോപി മഞ്ചൂരി ഒക്കെ എടുത്ത് കൊണ്ടുവരാം കേട്ടോ, നീ ഇത് കഴിച്ചു നോക്കെ എങ്ങനെയുണ്ടെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ ഞാൻ കഴിച്ചു നോക്കി, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇക്കിനോട് ഞാൻ പറയായിരുന്നു വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും ഈ ടീമിനെ മാത്രം ഏൽപ്പിച്ചാൽ മതി, അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ടീമിൻ്റെ വല്ല കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഒരു വട്ടം ഇവർ ഫുഡ് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ തന്നെ നമ്മൾ ഏൽപ്പിക്കുള്ളൂ, കാരണം അത്രയും അടിപൊളിയാണ് അവരുടെ എല്ലാ ഫുഡും. പിന്നെ ഇതാ ലക്ഷ്മി യാത്ര പറഞ്ഞിട്ട് പോവാട്ടോ, ഞങ്ങളോട് എല്ലാവരോടും പോവാന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. അവൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായി. പിന്നെ അവളുടെ അടുത്ത് യാത്ര പറഞ്ഞ് അവളെ യാത്ര അയക്കാണ് കേട്ടോ. ഒത്തിരി ദൂരത്തു നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചെത്തുന്നവരെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം റോട്ടിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ അല്ലേ, സേഫായിട്ട് അവർ എത്തണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അവരെ യാത്ര അയക്കിയത്. എൻ്റെ ഇഷ്ടലൂട്ടിന് ഇതേ തുമ്പിനെ യാത്ര അയക്കാൻ വരികയാണ് കേട്ടോ. ഇപ്പോൾ ആൾ നല്ല മൂഡിലാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതേ അവർ ടാറ്റൊക്കെ പറഞ്ഞ് പോവാണ്. ലക്ഷ്മിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോസൊക്കെ കാണണേ. അങ്ങനെ ഇതേ ഓരോരുത്തർ ടാറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലാകെ കൂടി കുറച്ച് ആൾക്കാരും കൂടി ഉള്ളൂ, അപ്പോൾ അവരും ഇതേ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. വന്ന ടീമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് പോണത്. അപ്പൊ ഇതോടുകൂടി ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വന്ന എല്ലാവർക്കും ഒത്തിരി നമ്മുടെ ചങ്കളാട്ടെ, ഇവരാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഇക്കു ഇക്കടെ നമ്മുടെ ആശാൻ ആശാൻ ജൂനിയർ ആശാൻ ആശാന്റെ ശിഷ്യന്മാരാട്ടോ. ആ ഫസ്റ്റ് മുതലുള്ള ബോണ്ടാട്ടോ അവർക്ക് ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരാൻ ഇവര് ഫസ്റ്റ് ഉണ്ടാവും. അപ്പോ ഭയങ്കര ഹാപ്പിയാണ്, പറയാൻ വാക്കുകളില്ല. എല്ലാരും ഇതേ പോവാ. എന്റെ ചങ്ക് ഫസ്റ്റ് വന്നിട്ട് കൂടെ ഇരിക്കണം, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അടുത്ത ഫംഗ്ഷനിൽ ടാറ്റാ ടാറ്റാ ടാറ്റാ. ബൈ. അടുത്ത ബർത്ത്ഡേക്ക് ഞങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ അത് പൊളിക്കാം, അത് നല്ലൊരു കാര്യമാണ്. അത് അതായത് നമ്മുടെ 18 ഇവിടെ നിൽക്കുന്നുണ്ട്.
അതാണ്. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും തിരിച്ചു പോയിട്ടോ. ഇനി ഞങ്ങൾ ഫാമിലി മാത്രമാണ് വീട്ടിലുള്ളത്. ഉപ്പയും ഉമ്മയും സിനിയും പിള്ളേരും മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരും പോയി. ഞങ്ങളുടെ ഈ കുഞ്ഞു ഫംഗ്ഷന് പങ്കെടുത്ത എല്ലാവരോടും എൻ്റെ ഫാമിലീൻ്റെ വക ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഈശ്വരനെ വിശ്വസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.